ഇറാന്റെ നെഞ്ചിനകത്തേക്ക് അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകളെ നിഷ്പ്രഭമാക്കാൻ ഇറാന്റെ കാവലാളായി അയാൾ എത്തിയിരിക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന പകയും പ്രതികാരവും ശമിപ്പിക്കാൻ ആവനാഴിയിൽ ശേഖരിച്ചു വെച്ച ആയുധങ്ങളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ആരാണ് ഇറാന് രക്ഷാകവചമൊരുക്കുന്ന ശക്തി എന്നല്ലേ? ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെ കണ്ണിൽ കരടായവൻ സാക്ഷാൽ ഉത്തര കൊറിയയാണത്. അതെ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിലേക്ക് ഇറാനൊപ്പം ചുവടുറപ്പിച്ചിരിക്കുകയാണ് കിമ്മും കിമ്മിന്റെ പടയാളികളും. അമേരിക്കയെയും ഇസ്രായേലിനെയും കത്തിച്ച് ഭസ്മമാക്കിയ ശേഷം മാത്രമേ ഇനി കിമ്മിന് മടക്കമുള്ളൂ. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മേലും സമ്മർദ്ദം ശക്തമാവുകയാണ്. ഇറാനോട് പോരാടി ഒറ്റയ്ക്ക് ജയിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നുറപ്പായതോടെ അവസാന നിമിഷം അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് കണക്കിലെടുത്ത് തന്നെയാണ് ഇറാനും ആക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ആയുധശേഖരത്തിലെ 20% മാത്രമാണ് ലോകം കണ്ടിട്ടുള്ളതെന്നും വേറെ എന്തൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച മാരകായുധങ്ങൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിലും വലിയ ബ്രഹ്മാസ്ത്രവുമായാണ് ഇറാനൊപ്പം സാക്ഷാൽ ഉത്തര കൊറിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക. അതെ, ഉത്തര കൊറിയയുടെ രംഗപ്രവേശനം അമേരിക്കയെയും ഇസ്രായേലിനെയും ആകെ ഒന്നുലച്ചിട്ടുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കുന്ന നീക്കവുമായി ആണവശക്തിയായ ഉത്തര കൊറിയ രംഗത്ത് വന്നത് അമേരിക്കൻ ചേരിയെ ആശങ്കപ്പെടുത്തുന്ന വലിയ കാര്യമാണ്. ഇസ്രായേൽ മധ്യേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകടങ്ങൾ ഉയർത്തുന്നു എന്നാണ് സർക്കാർ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ക്യാൻസർ പോലെയുള്ള ഒന്നാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയെന്നുമാണ് ഉത്തര കൊറിയ ആരോപിച്ചത്. ഇതോടുകൂടിയാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ഉത്തര കൊറിയ എത്തുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. ആ ബന്ധത്തെക്കുറിച്ച് പറയാം. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം 1973 മുതലാണ് ആരംഭിക്കുന്നത്. ഇത് പരസ്പര വിശ്വാസത്തിന്റെയും പ്രതിബദ്ധങ്ങളെ അതിജീവിക്കാനുള്ള ഐക്യത്തിന്റെയും മനോഹരമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഉപരോധങ്ങൾ നേരിട്ടതും തങ്ങളുടെ പരമാധികാരവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഈ ബന്ധം ആഗോള സാമ്രാജ്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ ധൈര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇറാൻ തന്റെ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ വടക്കൻ കൊറിയ, അതായത് ഉത്തര കൊറിയ, അതിന്റെ ശക്തമായ സൈനികവും സാങ്കേതികവുമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നത് ഒരു സഹോദര രാഷ്ട്രത്തിന്റെ കടപ്പാടിന്റെ അടയാളം തന്നെയാണ്. ഈ സൗഹൃദം മനുഷ്യരുടെ പരസ്പര സഹകരണത്തിന്റെയും ഒരു ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നതിന്റെ മൂല്യവും ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല, ഉത്തര കൊറിയ റഷ്യയുമായി തുടരുന്ന സൗഹൃദവും ഇറാൻ വിഷയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. 2025 ജൂൺ 23 ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം മൂർച്ഛിച്ച ഘട്ടത്തിൽ, അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങിയ ഘട്ടത്തിൽ ഉത്തര കൊറിയ ഇറാന് സഹായമായി എത്തുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും ആക്രമണം നടത്തി. 200-ലധികം ഇറാനികളുടെ മരണത്തിനാണ് ഇത് കാരണമായത്. അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ഇത് നിരന്തരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. വടക്കൻ കൊറിയ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിച്ച് ഇറാനെ ശക്തമായി പിന്തുണച്ചു രംഗത്ത് വന്നു. എക്സിലെ ചില പോസ്റ്റുകൾ പ്രകാരം ഉത്തര കൊറിയ ഇറാന് സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സൈനിക ഉപകരണങ്ങളോ സൈന്യമോ അയക്കാൻ സാധ്യതയുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഉത്തര കൊറിയയുടെ പിന്തുണ ഇറാന് ധൈര്യവും രാഷ്ട്രീയ പിന്തുണയുമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖി ഷിയ മിലിഷ്യകൾക്കൊപ്പം നിന്ന് ഇറാന് വേണ്ടി പോരാടാൻ ഉത്തര കൊറിയ തയ്യാറാണ് എന്ന് പറയാതെ പറയുമ്പോൾ അതവർക്ക് നൽകുന്ന മനോവീര്യം വളരെ വലുതാണല്ലോ. ഉത്തര കൊറിയയുടെ സൈനിക ശക്തി അവരുടെ ആണവായുധ പദ്ധതിയിലും ബാലിസ്റ്റിക് മിസൈലുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. കാരണം ഉത്തര കൊറിയ ഏറ്റവും കൂടുതൽ തുക നിക്ഷേപിക്കുന്നത് ആയുധ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഉത്തര കൊറിയയെ പല രീതിയിലും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇറാനെ പോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും സഹായത്താൽ ഉത്തര കൊറിയ അമേരിക്ക കരുതിയ പോലെ വീണുപോയില്ല. ഇതേ വർഗസ്നേഹം തന്നെയാണ് ഉത്തര കൊറിയ ഇറാനോട് പ്രകടിപ്പിക്കുന്നതും. 2025 റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തര കൊറിയയുടെ
ആണവശേഖരം മുൻ വർഷങ്ങളെ പോലെ സ്ഥിരമായി നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ലോകമെമ്പാടും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതായത് ഉത്തര കൊറിയ എപ്പോൾ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് എന്നല്ല ഓരോ രാജ്യത്തിനും ഒരു പിടിയുമില്ല. ആയുധങ്ങളൊക്കെ കാലങ്ങളായി നിർമ്മിച്ച കിം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. ഉത്തര കൊറിയയുടെ മെയിൻ ടാർഗറ്റും അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്കയുടെ ശിങ്കിടിയായ ദക്ഷിണ കൊറിയയാണ് ഈ ഉത്തര കൊറിയയുടെ പ്രധാനപ്പെട്ട ശത്രു. പക്ഷേ അതിലും വലിയ കണക്കുകൾ കിമ്മിന് അമേരിക്കയോട് ചോദിക്കാനുണ്ട്. മറ്റേത് രാജ്യങ്ങളെയും പോലെയല്ല, അമേരിക്കയോട് കൃത്യമായി അകലം പാലിച്ച അല്ലെങ്കിൽ ഇപ്പോഴും അകലം പാലിക്കുന്ന രാഷ്ട്രം തന്നെയാണ് ഉത്തര കൊറിയ. അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഉത്തര കൊറിയ പങ്കെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പരോക്ഷമായി പങ്കെടുക്കുകയോ ചെയ്താൽ ആ കാത്തിരിപ്പിന് ഉടനെ വിരാമം ഇടുമായിരിക്കും. ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കാറുള്ളത്. അതവർക്ക് ഒരു അന്തിമ ഇൻഷുറൻസ് പോളിസി നൽകുന്നുണ്ട്. ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു, അതായത് ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന പോളിസി. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഷഹാബ് 3 മിസൈലിന് വടക്കൻ കൊറിയയുടെ ഹാസോങ് 14നോട് സാമ്യമുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്നതിന്റെ തെളിവ് കൂടിയാണ്. വടക്കൻ കൊറിയയുടെ ഭൂഗർഭ ബങ്കറുകളും സൈനിക സൗകര്യങ്ങളും ഇറാന്റെ ഫോഡോ പോലുള്ള സൗകര്യങ്ങൾക്ക് മാതൃകയാണ്. ഇത് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അവരെ സഹായിക്കുന്നു. സൈന്യത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് ഏകദേശം 1.2 ദശലക്ഷം സൈനികരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നുണ്ട്. എന്നാൽ അവരുടെ ഉപകരണങ്ങൾ പഴയതാണെങ്കിലും അവർക്ക് അസീമമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളിൽ വൈദഗ്ധ്യമുണ്ട്. ഇറാനുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ ഉത്തര കൊറിയ ബന്ധം മിസൈൽ, ഡ്രോൺ, ആയുധ വിൽപ്പന എന്നിവയിൽ ശക്തമാണ്. ഉദാഹരണത്തിന് ഹമാസ് 2023 ഇസ്രായേലിനെതിരെ വടക്കൻ കൊറിയൻ ഗ്രനേഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ ഇറാനെ സഹായിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് അടുത്തത്. ഇവിടെ ഹമാസിന് ആയുധം നൽകിയത് മറ്റാരുമല്ല, ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ ഇറാനെ സഹായിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഉത്തര കൊറിയ ഇറാന് സൈനിക പിന്തുണ നൽകിയാൽ ഇത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തെ സങ്കീർണമാക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ സാധ്യതയെ വസ്തുനിഷ്ഠമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സൈനിക പിന്തുണ എന്ന് പറയുമ്പോൾ വടക്കൻ കൊറിയ മിസൈലുകൾ, ഡ്രോണുകൾ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരെ ഇറാനിലേക്ക് അയക്കുകയാണെങ്കിൽ ഇത് ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ വടക്കൻ കൊറിയയുടെ സൈന്യം നേരിട്ട് ഇറാനിൽ പോരുവിടാൻ സാധ്യത കുറവാണ്. കാരണം അവർക്ക് സ്വന്തം പ്രദേശത്ത്, അതായത് കൊറിയൻ പെനിൻസുല സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വരുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. മാത്രമല്ല ഉത്തര കൊറിയയുടെ ഇടപെടൽ അമേരിക്കയും അതുപോലെ ഇസ്രായേലിനെയും കൂടുതൽ ആക്രമണോത്സുകമാക്കിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് വലിച്ചിഴപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും റഷ്യയുടെ നിലവിലെ നിലപാട് ഇറാനെ നേരിട്ട് സഹായിക്കാത്തത് ഒരു ആഗോള യുദ്ധത്തിന്റെ സാധ്യത കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. ഇറാൻ വടക്കൻ കൊറിയയുടെ സാങ്കേതിക സഹായത്തോടെ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് അമേരിക്കയ്ക്കും അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. എക്സിലെ ചില പോസ്റ്റുകൾ ഒരു ആഗോള യുദ്ധത്തിന്റെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് അതിശയോക്തി, അതായത് എക്സാജറേഷൻ ആയേക്കാം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വടക്കൻ കൊറിയയുടെ ഇടപെടൽ ഒരു പ്രാദേശിക സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുമെങ്കിലും റഷ്യയും ചൈനയും നിലവിൽ ഇറാന് നേരിട്ട് സൈനിക പിന്തുണ നൽകാത്തതിനാൽ ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ സാധ്യത പരിമിതമാണ്. പക്ഷേ അമേരിക്ക ഇനിയും കൂടുതൽ സംഘർഷങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതായത് അവർ ഇറാന്റെ കൂടെ നിൽക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അപ്പുറം നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയോട് ശത്രുതയുള്ള രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇവരൊക്കെ. മാത്രവുമല്ല ഇറാന് വേണ്ട പിന്തുണ നൽകേണ്ടത് ഈ ഘട്ടത്തിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇറാനും ഉത്തര കൊറിയയും ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നേരിട്ട് തങ്ങളുടെ ജനതയുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും വേണ്ടി പോരാടുന്ന 2 രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇറാനിൽ 78-ലധികം സാധാരണക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ കൊറിയയിലെ ജനങ്ങൾ ദശകങ്ങളായി ഉപരോധത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. മനുഷ്യർ എന്ന നിലയിൽ ഈ ജനതകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക തന്നെ വേണം. യുദ്ധം ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. അത് സൃഷ്ടിക്കുന്നത് വിനാശവും ദുഃഖവും മാത്രമാണ്. വടക്കൻ കൊറിയയുടെ പിന്തുണ ഇറാന്റെ ജനതയ്ക്ക് ഒരു പ്രതീക്ഷയുടെ കിരണം തന്നെയാണ് നൽകുന്നത്. പക്ഷേ യുദ്ധത്തിന് പകരം സമാധാനപരമായ ചർച്ചകളാണ് ആവശ്യം വേണ്ടത്. ഇറാന്റെയും ഉത്തര കൊറിയയുടെയും ജനങ്ങൾ സമാധാനവും സുരക്ഷയും അർഹിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവുമുണ്ട്. ഇറാൻ വടക്കൻ കൊറിയ സൗഹൃദം ഒരു പ്രതികൂല ലോകത്ത് ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ ധൈര്യത്തിന്റെ പ്രതീകമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. വടക്കൻ കൊറിയ ഇറാനെ സഹായിച്ചാൽ അത് സംഘർഷത്തെ സങ്കീർണമാക്കുമെങ്കിലും അവരുടെ സൈനിക സാങ്കേതിക സഹകരണം ഇറാന്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാൽ യുദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നതിന് പകരം നയതന്ത്രപരമായ പരിഹാരങ്ങൾ തേടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ യുദ്ധത്തിന്റെ ഭാരം വഹിക്കുന്നവരാണ്. അവർക്ക് നീതിയും സമാധാനവും ലഭിക്കാൻ ലോക ജനത ആഗ്രഹിക്കുക തന്നെ വേണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.